السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم: من تمسك بسنتي عند فساد أمتي فله أجر 100 شهيد. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു: മൻ തമസ്സക ബിസുന്നതി, എന്റെ ചര്യ മുറുകെ പിടിക്കുന്നവന്, ഇൻദ ഫസാദി ഉമ്മത്തി, എന്റെ സമുദായം ദുഷിക്കുന്ന വേളയിൽ, ഫലഹു അജ്റു 100 ശഹീദിൻ, അവന് 100 രക്തസാക്ഷികളുടെ പ്രതിഫലമുണ്ട്. എന്റെ സമുദായം ദുഷിക്കുന്ന വേളയിൽ എന്റെ ചര്യ മുറുകെ പിടിക്കുന്നവന് 100 രക്തസാക്ഷികളുടെ പ്രതിഫലമുണ്ടെന്ന് അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനാചാരങ്ങളും നൂതന പ്രസ്ഥാനങ്ങളും തോന്നിവാസങ്ങളും സമുദായ മധ്യത്തിൽ സ്ഥലം പിടിക്കുകയും കിതാബും സുന്നത്തും അഗണ്യകോടിയിൽ തള്ളപ്പെടുകയും ചെയ്യുക വഴി സമുദായം ദുഷിച്ചു കഴിയുമ്പോൾ, പരിശുദ്ധ സുന്നത്ത് തേഞ്ഞുമാഞ്ഞുപോയി കഴിയുന്ന ആ വേളയിൽ അത് മുറുകെ പിടിച്ചു നിൽക്കുക വളരെ സാഹസമാണെന്ന് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നു. 100 രക്തസാക്ഷികളുടെ കൂലി സുന്നത്ത് മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുമെന്ന് പറയുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് ചിന്തിക്കുക. ഇസ്ലാമിന് വേണ്ടി പോർക്കളത്തിലിറങ്ങി യുദ്ധം ചെയ്തു മരണപ്പെടുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്ന സ്ഥാനമാനം എത്ര വർണ്ണിച്ചാലും തീരുകയില്ല. ധാരാളം ഹദീസുകൾ ഉണ്ട്. അങ്ങനെയുള്ള 100 പേരുടെ കൂലി ഒരു കാലഘട്ടത്തിൽ ഒരാൾക്ക് സുന്നത്തിൽ ജീവിതം നയിച്ചുകൊണ്ട് വാങ്ങുവാൻ കഴിയുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. വാസ്തവത്തിൽ ആ കാലഘട്ടത്തിന്റെ തുടക്കം കഴിഞ്ഞിട്ട് പിന്നെയും എത്രയോ വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു എന്ന് ഇന്നത്തെ എല്ലാ സാഹചര്യങ്ങളും ജനവിഭാഗങ്ങളുടെ ഈ മഹാമാരി കാലത്തുള്ള അശ്രദ്ധമായ പോക്കും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. മഹാമാരി കടന്നു വന്നതിന് ശേഷം എത്ര ആളുകളുടെ ഈമാൻ മുൻപത്തേക്കാൾ വർദ്ധിച്ചു എന്നത് ഈ സമയത്ത് നാം ഒന്ന് ഓർത്തിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തുകൾക്കനുസരിച്ച്, ഖുർആനിനും സുന്നത്തിനും അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, മശായിഖന്മാരുടെ പൊരുത്തത്തോടെ ജീവിക്കുവാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. 100 ശുഹദാക്കളുടെ കൂലി ലഭിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ ബന്ധപ്പെട്ടവരെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.